Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. കഴിച്ചു. റെഡിയാണോ എല്ലാവരും? Yes, ma'am. Yes, ma'am. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞത്. പ്രസന്റ് ടെൻസിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? റിപ്ലൈ. ഓക്കെ. ഇന്ന് നമുക്ക് ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് തരാം. നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, റെഡിയാണോ? Yes, ma'am. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ പറയണമെങ്കിൽ പറയാം. ഓക്കെ, ദാറ്റ്സ് യുവർ വിഷ്. ഫസ്റ്റ്, ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. I live in Thrissur. എല്ലാവരും പറയോ? എല്ലാവരും പറയണം. ഒരാൾ മാത്രമേ എല്ലാവരും പറയാം. എന്താ പറയാ? പറയൂ, എല്ലാവരും പറയൂ. I lives in Thrissur. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറയാൻ ശ്രമിക്കൂ. I live in Thrissur. I live in Thrissur. I live ആണ് പറയാം. ഓക്കെ, I live in Thrissur. ഇപ്പോ അവൻ തൃശ്ശൂരിൽ താമസിക്കുന്നു എന്നാണെങ്കിലോ എന്താ പറയാ? He lives in Thrissur. He lives in Thrissur. പറയൂ, എല്ലാവരും പറയൂ. രണ്ടുപേര് മാത്രമേ പറയുന്നുള്ളൂ. ഹി ലിവ്സ് ആണ് അല്ലെ? ഹി ആയതുകൊണ്ട് ലിവ്സ് യൂസ് ചെയ്തു അല്ലെ? എസ് ആഡ് ചെയ്തു. സോ ഹി ലിവ്സ് ഇൻ തൃശ്ശൂർ ആണ്. ഓക്കെ, അടുത്തത്, ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ സെന്റൻസില് സബ്ജക്ട് ഏതാണ്? സബ്ജക്ട് ഏതാണ് പറയോ? I always get up at 7 o'clock. ഫസ്റ്റ് ഐ ആണ് സബ്ജക്ട് വരാം. അപ്പൊ ഫസ്റ്റ് ഐ ഇടുക. ഓക്കെ, ഐ എഴുതുക. ദെൻ ആ മലയാളം സെന്റൻസിൽ സബ്ജക്ട് നോക്കിയിട്ട് സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ടത്. സോ ഐ അല്ലെ? ദെൻ മലയാളം സെന്റൻസിൽ അവസാനം എന്താണ്? ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അപ്പൊ അവസാനം എന്താണ് സെന്റൻസിന്റെ അവസാനം? എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുക അല്ലെ? എഴുന്നേൽക്കുക പ്രസന്റ് ടെൻസ് ആണ്. സോ ബേസ് ഫോം ആണ് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന സെന്റൻസ് ലാസ്റ്റ് തുടങ്ങിയപ്പോ നമ്മൾ മലയാളത്തിനിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് ആദ്യം എഴുതിയിട്ട് ദെൻ മലയാളത്തിനെ അവസാനം മുതലെടുത്ത് ഇടാം.
അവസാനം തുടങ്ങി അതായത് തിരിച്ചിടാം. ഓക്കെ, തിരിച്ചിട്ടിട്ട് വേണം ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ. ക്ലിയർ ആണോ? അതായത് ഐ സബ്ജക്റ്റ് ആണ്. സോ ലാസ്റ്റ് മലയാളത്തിൽ ലാസ്റ്റ് വന്നത് എഴുന്നേൽക്കുക എന്നാണ് അല്ലെ, എഴുന്നേൽക്കുന്നത്. സോ എഴുന്നേൽക്കുക എന്നെടുക്കാം. അപ്പൊ എന്താ ഐ വേക്കപ്പ് എന്ന് അല്ലെ, ഐ വേക്കപ്പ്. ദെൻ അതിന് മുന്നേ 7 മണി പറഞ്ഞു. 7 മണി പറയുമ്പോൾ സമയമായതുകൊണ്ട് നമ്മൾ ഒരു പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യും. എന്താണ്? അറ്റ് അല്ലെ, അറ്റ് 7 AM. അത്രയും കിട്ടി. ദെൻ എന്നും രാവിലെ എന്താ ഇംഗ്ലീഷിൽ പറയാം? Every morning. എവ്രി അല്ലെ, എവ്രി മോർണിംഗ് ആണ്. സോ ഐ വേക്ക് അപ്പ് അറ്റ് 7 AM എവ്രി മോർണിംഗ്. ക്ലിയർ ആയോ? എന്തോ സജിത ആണോ? ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യൂ. അപ്പോ ക്ലിയർ ആയോ? അത് എങ്ങനെയാണ് ആ ഒരു ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, അത് പറഞ്ഞു. ദെൻ അവൾ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത് പറഞ്ഞേ. അവൾ എന്നും രാവിലെ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കൂ. അവൾ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. She wake up at 7 AM every morning. മിസ്റ്റേക്ക്, ചെറിയൊരു മിസ്റ്റേക്ക്. She always അത്രയും പോണ്ട, സംഭവം correct ആണ്. WOCK. She wakes up. She wakes up. കണ്ടോ, ഷീ വന്നത് കൊണ്ട് എസ് ആഡ് ചെയ്യണ്ടേ? മറന്നു പോയിരുന്നിട്ടോ. ഷീ വന്നോണ്ട് അവിടെ എസ് ആഡ് ചെയ്യണം. വേക്ക് അല്ല, വേക്സ് ആണ്. അത്രയുള്ള ഒരു വ്യത്യാസം വരാം. ഷീ വേക്സ് അപ്പ് അറ്റ് 7 AM എവ്രി മോർണിംഗ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് പോവാം. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ എന്നും നടക്കാൻ പോകുന്നു. ഞാൻ എന്നും നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞേ. എല്ലാവരും പറയാൻ നോക്കൂ. ഇതില് കുറച്ചു പേർക്ക് അറിയാത്തവരുണ്ടാവും, കുറച്ചു പേര് അറിയാവുന്നവരുണ്ടാവും. അപ്പൊ അറിയാത്തവര് ഞാൻ പറഞ്ഞ തെറ്റായി പോകുമോ എന്ന് വിചാരിച്ച് പറയാതിരിക്കരുത്, പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ എന്നും നടക്കാൻ പോകുന്നു. I go to work every day. സബീൻ എന്താ പറഞ്ഞേ? I go to work every day. ഐ ഗോ ടു വർക്ക് എവറി ഡേ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, വേറെ ആരാ പറയാ? ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്കി. ഫസ്റ്റ് സബ്ജക്ട് ഇടാ, ദെൻ സെന്റൻസിന് ലാസ്റ്റ് എടുത്തിട്ട് രണ്ടാമത് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞു നോക്കി. ഇവിടെ സബ്ജക്ട് ഏതാണ്? ഐ ആണ്. സോ സെന്റൻസിന് ലാസ്റ്റ് ഏതാണ്? പോകുന്നു. പോകുന്നു. പോകുന്നു, പോകുക എന്നുള്ളതിന് എന്താ പറയാ? Going. Go. ഗോ. പോകുക, പോകുന്നു, ഗോ. Go. അംജിത I am go to work every day. go to work every day. മിസ്റ്റേക്ക് ആണ്. I am going to be walking. മിസ്റ്റേക്ക് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സബ്ജക്ട് ആഡ് ചെയ്തു. ദെൻ പോകുക, അതായത് പോകുന്നു. ഫസ്റ്റ് ഫോം, ബേസ് ഫോം എന്താണ്? Go. ഗോ. അപ്പൊ സബ്ജക്ട് ഏതാണ്? അയാം ആണോ ഐ ആണോ? I. ഐ ആണ്. അപ്പൊ ഐ ഗോ കിട്ടി അല്ലെ. എന്തിന് പോകുന്നു?
നടക്കാൻ. അപ്പൊ എന്താ പറയാ? വാക്കിംഗ്. വാക്കിങ്ങിന് ഫ്രണ്ടിൽ എന്താ പറയാ? പ്രൊപ്പോസിഷൻ വേണം. ടു. ടു പറയണത് എങ്ങോട്ടാണ് പോകുന്നത് അർത്ഥത്തിലാണ്. ഇത് Four. എന്തിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഫോറാ. ഓക്കെ, അപ്പൊ ഐ ഗോ ഫോർ കിട്ടി. Walking. എന്തിനാണ് പോകുന്നത്? Walking. ഒന്ന് നടക്കാൻ, അല്ലെ? ഒന്ന് നടക്കാനാണ്. അപ്പൊ എന്താ പറയാ? ഐ ഗോ ഫോർ Walking. എ വാക്ക്. എ വാക്ക്. ഓക്കെ, ഐ ഗോ ഫോർ എ വാക്ക്. എപ്പോ? Every day. എവറി ഡേ. ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ ഞാനാണ്. ഈ അവൻ വെച്ച് പറഞ്ഞേ, അവൻ എന്നും നടക്കാൻ പോകുന്നു. He goes for a walk every day. ആണോ? സബിന പറഞ്ഞ കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? Yes. Yes, ma'am. Yes, ma'am. He goes for a walk every day. ക്ലിയർ ആവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പറ്റുന്നുണ്ടോ? എന്തെയൊന്നും ഉണ്ടാത്തേ? സംസാരിക്കൂ. പറ്റുന്നുണ്ട് മാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്കൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ പോവാം. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിനോട് എങ്ങനെയാ സംസാരിക്കുക? അതേപോലെ എന്നോട് സംസാരിക്കൂ. Then ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. എന്താ പറയാ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. പറയൂ. ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. I almost drink coffee every day. മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോ ഞാൻ മിക്കവാറും അല്ലെങ്കിൽ അവൻ എപ്പോഴും, ഞാൻ എല്ലാ ദിവസവും, ഞാൻ ചിലപ്പോഴൊക്കെ എന്നൊക്കെ പറയില്ലേ? അവൻ ചിലപ്പോഴൊക്കെ അങ്ങോട്ട് പോകുന്നു. അതല്ലേ, അവൻ എപ്പോഴും ഐ എം ഓൾവേസ് ഡ്രിങ്കിങ് കോഫി എവറി മോർണിംഗ്. ഐ എം ഓൾവേസ് ഡ്രിങ്കിങ് കോഫി എവറി മോർണിംഗ്. അത് പ്രസന്റ് ടെൻസ് അല്ല, പ്രസന്റ് ടെൻസ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്. ഐ ഡ്രിങ്ക് കോഫി ഓൾമോസ്റ്റ് മോർണിംഗ്. അപ്പൊ എന്താണ്? ഞാൻ മിക്കവാറും, അവൻ എപ്പോഴും, അവർ ചിലപ്പോഴൊക്കെ, അതൊരു വാക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഈ മിക്കവാറും എന്ന് പറഞ്ഞ വാക്ക് വേർഡ് ഇംഗ്ലീഷ് എന്താ? Mostly. Mostly. മിക്കവാറും ഒരു സാധാരണയായി. Usually. അങ്ങനെയല്ലേ പറയാം? യൂഷ്വലി ആണ്, അല്ലെ? മോസ്റ്റ്ലി യൂസ് ചെയ്യാം, യൂഷ്വലി യൂസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ അത് ആഡ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരാ? Mostly. I usually drink coffee. ഐ യൂഷ്വലി. ദെൻ എന്താണ് കുടിക്കുന്നത്? Coffee. കോഫിയാണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് കുടിക്കുക എന്നാണ്, അല്ലെ? ആ മലയാള സെന്റൻസിൽ ലാസ്റ്റ് ആവുന്നത് കുടിക്കുന്നത് എന്നാണ്. അപ്പൊ കുടിക്കുക എന്നുള്ള വേർഡാ വേണ്ടേ? പ്രസന്റ് ടെൻസ് ആണ്, സോ ബേസ് ഫോം ആണ്. എന്താ? Drink. ഡ്രിങ്ക്. എന്താ കുടിക്കുന്നേ? Coffee. കോഫി. എപ്പോഴാണ്? Morning. മോർണിംഗ്. സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. I usually drink coffee in the morning. Yeah, I usually drink coffee in the morning. Clear? മനസ്സിലാവുന്നുണ്ടോ? I usually drink coffee in the morning. Yeah. സിമ്പിൾ ആണ് ഇപ്പോ. മനസ്സിലായോ? ട്രിക്ക് മനസ്സിലാവുന്നുണ്ടോ?
എന്താ ഒന്നും മിണ്ടാത്തെ? എന്നിട്ട് ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. ഞാൻ മിക്കവാറും രാവിലെ കാപ്പി കുടിക്കുന്നു എന്ന് പറയാൻ പാടില്ല. മിക്കവാറും രാവിലെ കാപ്പി കുടിക്കുന്നു. I almost drink coffee every day. I almost drink coffee every day. Every day സെന്റൻസ് മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. മാം ഇവിടെ ഈ യൂഷ്വലിക്ക് പകരം ഇവിടെ മോസ്റ്റ്ലി ചേർത്തപ്പോ കുഴപ്പമുണ്ടോ? ഐ മോസ്റ്റ്ലി ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഇനി ഡൗട്ട് ഉണ്ടോ? അടുത്ത എഴുതിക്കൊള്ളുന്നാല് അവർ അവൾ അവൾ ചിലപ്പോഴൊക്കെ അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അതാണ് അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. പറയാൻ പറ്റും നോക്കൂ. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. പറയൂ, ഒന്നും മിണ്ടാതിരിക്കല്ലേ. He goes on a job at the correct time. He always goes to job at correct time. He always going to He job. always goes to work on time. എന്തോ? He always goes to work on time. He always ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? Goes to work on time. ഓക്കെ, ഓക്കെ. ക്വസ്റ്റ്യൻ, അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. നിങ്ങള് ഗൂഗിളിന്റെ സഹായം ചോദിക്കരുത്. ഓക്കെ, സ്വന്തമായിട്ട് നോക്കുക. ക്ലിയർ? അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. He always goes to job on sharp time. Yeah. Okay, ഞാൻ പറയട്ടെ എന്നാല്. എന്താ പറയാ? He always അല്ലെ, അവൻ എപ്പോഴും always ജോലിക്ക് പോകുന്നു. ഹി ആയതുകൊണ്ട് പോകുക എന്ന് പറയുമ്പോ നമ്മൾ എന്താ? ഗോസ്. അപ്പൊ ഹി ഓൾവേസ് ഗോസ്. എങ്ങോട്ട്? ജോലി അല്ലെ. നമുക്ക് ജോബ് പറയാം, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ വർക്കാണ്. വർക്ക്. അപ്പൊ ഹി ഓൾവേസ് ഗോസ് ടു വർക്ക്. പിന്നെന്താ പറയണ്ടേ? കുറച്ച് പേര് എക്സാക്ട് ടൈം പറഞ്ഞു, കറക്റ്റ് ടൈം പറഞ്ഞു, ഷാർപ്പ് ടൈം പറഞ്ഞു, ഓൺ ടൈം പറഞ്ഞു. On time. എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ ബെറ്റർ ഓൺ ടൈം ആണ്. ഓക്കെ, ഹി ഓൾവേസ് ഗോസ് ടു വർക്ക് ഓൺ ടൈം. ക്ലിയർ ആണോ? ഹി ഓൾവേസ് goes to work on time. ഓക്കെ, അടുത്തത്, ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. കുടിക്കുന്നത് എല്ലാം സിമ്പിൾ ആണ്. ചായ കുടിക്കുന്നു രാവിലെ ചായ മ്യൂട്ട് ചെയ്തു. 9 or 10 സെക്കൻഡ്.
യെസ് മാം. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. ഞാൻ രാവിലെ ഞാൻ ചായയാണ് കുടിക്കുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. സെയിം മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രസന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താ പറയാ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നോക്കി വേഗം. I drink tea in the morning. I drink tea in the morning. I am drink tea in the morning. I am drinking tea in the morning. I drink tea in the morning. Yeah. Drink tea in the morning. I will drink tea in the morning. Yeah. നയന അയാം എന്ന് വരില്ല കേട്ടോ. അയാം വരില്ല. ഓക്കെ, ഐ ആണ് സബ്ജക്ട് വരാ. ക്ലിയർ ആണ്? Okay, ma'am. ആം എന്ന് പറയുമ്പോൾ ഇത് ഹെൽപ്പിംഗ് വേർബ് ആണ്. സോ ആം ഇവിടെ ആവശ്യമില്ല, ഐ ആണ്. ഞാൻ. ഓക്കെ, അപ്പൊ ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. കറക്റ്റ് ആണ്. ദെൻ നിങ്ങൾ ചായയാണ് കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചായയാണ് കുടിക്കുന്നത്? Are you drinking tea? Are you drinking? Do you drink tea? പറയൂ. Are you drinking? ഇപ്പൊ കുടിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്? പ്രസന്റ് ആണ്. നിങ്ങൾ ചായയാണ്. നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്. നിങ്ങൾ ചായയാണോ കുടിക്കുന്നത് എന്നല്ലേ? നിങ്ങൾ Do you രാവിലെ ചായയാണ്. Do you drink tea? Do you drink tea? രാവിലെ. Are you drinking tea? Are you drinking tea? Do you drink tea? Do you drink tea in the morning? Do you drink tea in the morning? Do you ആണ് വരാ. ഞാൻ പറഞ്ഞു പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റില് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ do ആണ് വരാ. സപ്പോസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഈ ആർ യു വരാ. യു ആർ എ ടീച്ചർ എന്ന് How പറയാം. വരുമോ മാം? എന്തോ How വരൂ? ആവുന്ന വരില്ല. ആവില്ല കേട്ടോ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സോ ഡു യു ആ വരാ. ഇപ്പൊ നമ്മള് യു ആർ എ ടീച്ചർ എന്ന് പറയുമ്പോ ആർ യു എ ടീച്ചർ? നിങ്ങൾ ടീച്ചർ ആണോ? അല്ലെ? അതുകൊണ്ട് അപ്പോഴാണ് ആർ യു അവിടെ വരാം. ഇവിടെ എന്ന് പറയുമ്പോ ഒരു പ്രവൃത്തി ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്, അല്ലെ? കൊടുക്കുക ഒരു ആക്ഷൻ ഉണ്ട്. സോ നമ്മള് ഡു ആണ് ചോദിക്കുക. സിമ്പിൾ പ്രസന്റില് ഡു ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഓക്കെ. ഓക്കെ, അപ്പൊ do you drink tea in the morning? ആൻസർ പറയൂ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചേ. Do you drink tea in the morning? No. No? കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നോക്കി. No? No, I didn't. I don't. I don't. No, I don't. Yes ആണെങ്കിലോ? Yes. I like tea. I like tea എന്ന് പറയുമ്പോൾ അല്ലേ? I like tea. Okay, clear. Then അവൾ എന്നും കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യുന്നുണ്ടോ? അവൾ എന്നും കുക്ക് ചെയ്യുന്നുണ്ടോ? അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? Question ആണോ? ക്വസ്റ്റ്യൻ. ചെയ്യുന്നുണ്ടോന്നാണോ മാഡം? അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? Does she always? Does she cook every day? അവൾ എന്നും കുക്ക് ചെയ്യുന്നുണ്ടോന്നല്ലേ മാം? Does she always? Does she cook always? Just പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയേ. നിങ്ങളൊക്കെ പറയുന്ന സെന്റൻസ് ഇല്ലേ, അത് നിങ്ങൾക്ക് പറയുമ്പോ തന്നെ അറിയാൻ പറ്റുന്നില്ലേ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ? അറിയാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ പറയുമ്പോ തന്നെ എന്തോ ഒരു പന്തികൾ ഉണ്ടല്ലോ എന്ന് തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ടോ? അതൊക്കെ തോന്നിയിട്ടില്ല? Yes, തോന്നിയിട്ടുണ്ട് മാം.
ഷീ കുക്കിംഗ് എവറി ഡേ. സുനില നോക്കൂ, ഈസ് ഷീ കുക്ക് എവറി ഡേ? മിസ്റ്റേക്ക് ഉണ്ടോ പറഞ്ഞതില്? Does she cook every day? Does she cooks every day? Does she cooks every day? Does she cooks every day? ശരിയാണോ മാം? ശരിയാണോ? ആലോചിക്കുക, ശരിയാണോ? മിസ്റ്റേക്ക് ഉണ്ടോടാ? Does she cooks every day? Yeah. എന്താണ്? അവൾ എന്നും പാചകം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഒരു ആക്ഷൻ ആണ്. സോ ആക്ഷൻ വരുമ്പോ എന്താണ്? ഡു അല്ലെങ്കിൽ ഡസ് നമ്മൾ യൂസ് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ ആണ്, ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യണം. സോ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മള് ഡസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഷീ ആയതുകൊണ്ട് ഡസ് യൂസ് ചെയ്യും. ഐ യു വി ദേ ആണെങ്കിൽ ഡു യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഷീ ആണ്. സോ ഡസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഡസ് ആണ് എഴുതുക. ഡസ് ഷീ, ഇത് രണ്ടും കിട്ടി. ഡസ് ഷീ. കുക്ക് ആണോ കുക്സ് ആണോ എന്നുള്ള ഡൗട്ട് ആണ്. ഷീ വന്നതുകൊണ്ട് കുക്സ് ആണ് യൂസ് ചെയ്യാന്നാണ് ചിന്തിക്കുക. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോ ആ കുക്സിന്റെ എസ് ഈ ഡസിലേക്ക് പോകും. ഓക്കെ, ഡസ് ഷീ കുക്ക് ആണ് വരാം. അവിടെ കുക്സ് യൂസ് ചെയ്യില്ല. ക്വസ്റ്റ്യൻ വരുമ്പോ കുക്സ് വരില്ല, കാരണം ഡസിലേക്കാണ് ആ എസ് പോകുക. അപ്പൊ ഡസ് ഷീ കുക്ക് അത്രയും കിട്ടി. പിന്നെ എന്നൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ആണ്. ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്നും. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ എന്നും എന്നാ പറയുന്നത്, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല. സോ എന്നും എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കുക? അത് എവ്രിഡേ ആണ്. എവ്രിഡേ ആണ്. സോ എങ്ങനെയാ വരാ? ഡസ് ഷീ കുക്ക് എവ്രിഡേ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? Okay. Yeah. Does she cook every day? അപ്പോ എന്താ ആൻസർ വരാ? ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആൻസർ പറഞ്ഞേ. Does she cook every day? നെഗറ്റീവ് പറഞ്ഞേ ആൻസർ. No. No? She doesn't. Yeah. No, she doesn't. അല്ലെ, doesn't cook every day വരാം. അല്ലെ, no, she doesn't. Doesn't വരാം. പോസിറ്റീവ് ആണെങ്കിലോ ആൻസർ yes. She does. Yes. Yes, she does. Yes. She cooks. She cooks. yeah, അത്രയുള്ളൂ. Yes, she cooks every day. അതാണ് അതിന്റെ പോസിറ്റീവ് വേർഡ്. She cooks every day ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കിയപ്പോ does she cook every day വന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാതെ? യെസ്, നിങ്ങള് റെസ്പോൺസ് വളരെ കുറവാണ് കേട്ടോ. ക്ലാസ്സില് അത്രയും ആക്റ്റീവ് അല്ല. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നമുക്ക് ഫ്രണ്ട്ലി ടോക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാനോട്. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. കുറച്ചു നേരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടിരിക്കാം. അത് പറയുന്നു നിങ്ങളത് കൂളാവാൻ വേണ്ടിട്ട് സംസാരിക്കണോ? എല്ലാവരും ഒരു ടെൻഷൻ അടിച്ചിട്ടോ സ്ട്രെസ് ആയിട്ടോ ഒക്കെയാണ് ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? റിലാക്സ് ചെയ്തിട്ടിരിക്കോ ക്ലാസ്സില്? അറിയില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ മതി. മിസ് എനിക്കത് മനസ്സിലാവുന്നില്ല മിസ്, ഒന്നുകൂടെ പറയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, കാരണം മിസ്സിന് എന്ത് വിചാരിക്കാൻ ചോദിച്ചാൽ ആ ഒരു ചിന്ത ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാൻ നമുക്ക്. എന്നെ മിസ്സായിട്ട് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്കൊന്ന് മനസ്സിലായാൽ മതി. എനിക്കത് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിലയിൽ എപ്പോഴെപ്പോഴും ഇതിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ടാണ്. അവർക്കൊന്നും മനസ്സിലായില്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ, ഞാൻ ക്ലാസ് ഒക്കെ നന്നാവുന്നില്ലേ എന്നൊക്കെയാണ് എനിക്ക് ഉണ്ടാവുന്ന ഡൗട്ട് വരെ.
അപ്പൊ നിങ്ങളുടെ റിയാക്ഷനിലൂടെയാണ് എനിക്കതൊക്കെ മനസ്സിലാവാം. അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യൂ, എന്തുണ്ടെങ്കിലും പറയൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നിട്ടാണെങ്കിൽ എനിക്ക് ചിലപ്പോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ അതൊക്കെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുവോ? മറ്റു ക്ലാസ്സിനെ പോലെയല്ല, ഇംഗ്ലീഷ് ആകുമ്പോൾ കുറച്ചൊരു ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഇന്ററാക്ട് ചെയ്യുവോ? എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മാത്രം മ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഓക്കെ ആണോ എല്ലാവരും? കൂൾ ആണോ എല്ലാവരും? ഓക്കെ മാം. ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുവോ? നമുക്ക് സംസാരിക്കും, എന്തെങ്കിലും സംസാരിക്കൂ. എന്താ ക്ലാസ് Happy ആണ് ma'am. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. കൂളായോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ ഞാൻ എടുക്കുമ്പോ ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് എടുക്കുമ്പോ ടെൻഷനോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, കൂളാണ്. പിന്നെ എന്താ മിണ്ടാത്തിയാരും? പറയുന്നത് തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ചിലപ്പോ ഇങ്ങനെ വാക്കുകളൊക്കെ കിട്ടാനേ ബുദ്ധിമുട്ട്, അപ്പൊ ഒരു ടെൻഷൻ വരും. അത് കുഴപ്പമില്ല, ഞാൻ പറയാറില്ലേ, അത് കുഴപ്പമില്ല. നിങ്ങൾ പറയുമ്പോ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാറ്റി തരാം. അത് പറഞ്ഞാലേ ആ ഒരു പേടി പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്നും പറയില്ല, ചീത്ത പറയില്ല. കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്നതല്ലേ. നിങ്ങൾക്ക് അറിയില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ധൈര്യം വരും, കോൺഫിഡൻസ് വരും. ഓ മിസ് അത് തെറ്റ് പറഞ്ഞില്ല, മിസ് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ എനിക്ക് എന്തും പറയാം. ആ രീതിയിലൊന്നും പറയും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പിന്നീട് പറയുമ്പോൾ എല്ലാം കറക്റ്റ് ആവും. ഓക്കെ. ഓക്കെ മാം. പിന്നെ എനിക്ക് സ്പീഡ് കൂടുന്നുണ്ടോ ക്ലാസ്സിൽ എടുക്കുമ്പോ? സ്പീഡ് കൂടുന്നുണ്ടോ? നോ മാം. ഇല്ല. നോ. നിങ്ങളൊന്ന് പറയാതാവുമ്പോഴാണ് ഞാൻ ആൻസർ പറയുന്നത്. എല്ലാവരും ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 36 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ആക്റ്റീവ് ആണെങ്കിൽ എല്ലാവരും ക്ലാസ്സിൽ ആൻസർ പറയൂ. അപ്പൊ അതിനുശേഷം ഞാനത് കറക്റ്റ് ആണ് ഇല്ലയോ എന്ന് ഞാൻ പറയാം. ഇതിപ്പോ കുറച്ചു പേര് പറയും, ബാക്കി ആരും വേണ്ടില്ല. അതാണ് ഞാൻ പിന്നെ അവര് പറയുന്നത് വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ. കാരണം ഒരുപാട് ലാഗിങ് വേണ്ട ക്ലാസ്സിന്. അല്ല, അപ്പൊ നിങ്ങൾക്കും ബോറടിക്കും, ഇതൊക്കെ എനിക്കും ആ ഒരു ഫീല് വരും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറുമ്പോൾ ബോറടിക്കരുത്. മെയിൻ ആയിട്ട് അതാ, ബോറടിക്കരുത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവും. നമുക്ക് എന്താ കളിച്ചുകൊണ്ടൊക്കെ പഠിക്കാം. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂളായിട്ട്. ഓക്കെ ആണോ? ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇത് പറയും, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ പിന്നെയും ഇതേപോലെ തന്നെയാവും. ഓക്കെ ആണോ? അല്ലാതെ കംഫർട്ടബിൾ ആണോ ക്ലാസ്സിൽ? കംഫർട്ട് ആണോ? യെസ് യെസ് മാം. മാം. യെസ്. ഓക്കെ. മാം, എന്തോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്റെ 4th പഠിക്കുന്ന മകനെ ഇന്നലെ കുറെ മലയാളം സെന്റൻസ് കൊണ്ടുവന്നു. എന്നിട്ട് അത് ടീച്ചർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ ഒരു സെന്റൻസോളം ഉണ്ട്. അത് ഓരോ സെന്റൻസ് ആയിട്ടാണ്. അപ്പൊ 8-10 കൊണ്ടുവന്നു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ പറയാവേ. അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ടീച്ചർ. അതെനിക്ക് കിട്ടിയില്ല. അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ എല്ലാവരും എഴുതിയെടുത്തോളൂ. ഇത് ടെൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ പഠിച്ചതായിരിക്കില്ല. എന്നാലും എല്ലാവരും എഴുതിയെടുക്കൂ. നമുക്ക് എല്ലാവർക്കും പറയിപ്പിക്കാം. അടുത്ത വർഷം അതായത് ഒന്നുകൂടെ പറയൂ. അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കിട്ടിയോ എല്ലാവർക്കും? അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എഴുതിയോ എല്ലാവരും? നോ, എഴുതിയെടുക്കൂ. നയനയല്ലേ ചോദിച്ചേ? കിട്ടി മാം. അതെ മാം. നയനയാണ്. അതെ അതെ.
ഓക്കെ, നമുക്ക് എല്ലാവർക്കും നയനേന്ന് ഹെൽപ്പ് ചെയ്യാം. അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്നല്ലേ? അതെ അതെ അതെ. അതെ. Would you like me to teach your class next year? അങ്ങനെയാണോ? എനിക്കറിയില്ല മാം, ഞാൻ പറഞ്ഞത് എന്തായാലും ഈ സെന്റൻസ് ഏത് ടെൻസ് ആണ് എന്ന് പറഞ്ഞേ. അടുത്ത വർഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതാണ് ചോദ്യം. ഏത് ടെൻസ് ആണ്? ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ. ഭാവിയാണ്, വരാൻ പോകുന്ന കാര്യമാണ്. ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത വർഷത്തെ കാര്യമാണ്. ഫ്യൂച്ചർ ആണ്. അപ്പൊ എന്താ യൂസ് ചെയ്യാം? പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അല്ലെ, ഫ്യൂച്ചർ ഒക്കെ വരുമ്പോ ബില്ലാ യൂസ് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വുഡ് യു. നയന പറഞ്ഞ കറക്റ്റ് ആണ്. വുഡ് യു ലൈക്ക് me to teach your class next year? Would you like? Would you like me to teach your class next year? Clear ayo? Would you like me to teach your class next year? കിട്ടിയോ നയന? ഓക്കെ മാം, ഒന്നുകൂടെ പറയാം. Would you like me എന്തിന്? To teach your class next year. Would you like me to teach your class next year? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. ഫ്യൂച്ചർ ആണ്. സോ ഫ്യൂച്ചർ വരുമ്പോ വുഡും വില്ലൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഞാൻ മിക്കവാറും രാവിലെ ചോറാണ് കഴിക്കുന്നത്. ചോറോ എന്താണെങ്കിലും പറയാം, ദോശയോ എന്താണെങ്കിലും പറയാം. ഞാൻ മിക്കവാറും രാവിലെ ദോശയാണ് കഴിക്കുന്നത്, അങ്ങനെ പറയും. എന്താ പറയാ? I eat idli mostly in the morning. ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് ചോറാണല്ലേ, ചോറാണ് കഴിക്കുന്നത്. I usually eat dosha in the morning. എന്താ ഓടിക്കോ? ഉച്ചയല്ലേ പറഞ്ഞത്? അല്ല, ദോശയല്ലേ മാം? ദോശ ഉച്ചാന്ന് പറയുന്നത്. ദോശ വിട്ടേക്ക്. ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ഞാൻ മിക്കവാറും എന്താ വരാ? ഞാൻ സാധാരണയാണ്. ഞാൻ മിക്കവാറും. I usually. I usually. പിന്നെന്താ വരാ? ആ സെന്റൻസിൽ ലാസ്റ്റ് എന്താ വരാ? കഴിക്കുക എന്നാണ് അല്ലെ? കഴിക്കുക എന്ന് പറയുമ്പോ നമുക്ക് എന്ത് പറയാം? Eating. ഈറ്റ് പറയാം. ഓക്കെ, ഈറ്റ് പറയാം. എന്താണ് കഴിക്കുന്നത്? റൈസ്. Rice. റൈസ്. എപ്പോഴാണ്? Afternoon. നമ്മള് ഒരു സെന്റൻസിൽ ഉച്ച എന്ന് പറയുമ്പോ ഷഹിന. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത് ശരിക്കും? Rice. ചോറ്. ലഞ്ച്. ലഞ്ചാണ്. അപ്പൊ എന്താ പറയാ? ഐ usually eat for a lunch. eat for lunch. എന്താ കഴിച്ചേ? അല്ല, eat rice. I usually eat rice in the lunch. I usually eat rice for lunch.
I usually eat rice for lunch. മീനിങ് കറക്റ്റ് ആണ്. സോ നിങ്ങൾക്കത് പറയുമ്പോൾ എന്തെങ്കിലും അപാകത തോന്നിയേ? I usually eat rice for lunch. ആ സെന്റൻസ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ തോന്നുന്നുണ്ടോ? I usually eat rice for lunch. തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപാകത തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മിസ്സിന് റീസൺ ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കില്ല. പറയൂ. ഈറ്റില് ഈറ്റിങ് വരുമോ? അതിനെ കുറച്ച് നമുക്ക് പേപ്പർ ആക്കാനേ. ഈ ഹാഡ് ഹാഡ് കറക്റ്റ് ആണ്, പക്ഷെ ഹാഡ് പാസ്റ്റ് ആണ്. ഹാവിന് നമുക്ക് കഴിക്കുക എന്നുള്ള മീനിങ് വരും. മനസ്സിലായോ? അപ്പൊ ഈറ്റിനേക്കാളും ബെറ്റർ ഹാവ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കി. I usually have rice for lunch. Yeah, I usually have rice for lunch. Okay, I usually have rice for lunch. ഈറ്റിന് പകരം നമ്മൾ ഹാവ് യൂസ് ചെയ്തു. ഹാവിന് കഴിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. ആ ഒരു മീനിങ് കൂടി ഉണ്ട്. ഓക്കെ, ഈറ്റ് യൂസ് ചെയ്യണ്ടേ? എന്തോ ഹാവ് വന്നപ്പോ ഈറ്റ് യൂസ് ചെയ്യണ്ട അല്ലേ? ഇല്ല, ഈറ്റ് യൂസ് ചെയ്യണ്ട. ഹാവ് എന്ന് പറയുമ്പോൾ കഴിക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ഐ യൂഷ്വലി ഹാവ് റൈസ് ഫോർ ലഞ്ച്. ഞാൻ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ എന്താണ് ഉച്ച കഴിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താണ് ഉച്ചക്ക് കഴിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നോ? അവിടെ ക്വസ്റ്റ്യൻ ഏതാ വന്നേ? കഴിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ വന്നേ? ക്വസ്റ്റ്യൻ വേർഡ് എന്താ വന്നേ അവിടെ? വാട്ട്. എന്താണ് അല്ലെ? വാട്ട്. ഫസ്റ്റ് വാട്ട് ആണ്. Then നിങ്ങൾ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്? വാട്ട് ഡു യു ഹാവ് ഫോർ ലഞ്ച്? What do you eat for lunch? Yeah, what do you have? ഈറ്റ് ചോദിച്ചാൽ മിസ്റ്റേക്ക് ഇല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളിപ്പോ ഈറ്റ് എന്ന് ചോദിച്ചാല് തെറ്റല്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുക? നിങ്ങൾ എന്താണ് ഉച്ച കഴിക്കുന്നത്? What do you have for lunch? വാട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണ് എന്നവിടെ ചോദിച്ചുകൊണ്ടാണ് വാട്ട് വന്നത്. സോ സിമ്പിൾ പ്രസന്റ് ആണ്, ആക്ഷൻ ഉണ്ട്. സോ ഡു അവിടെ ചേർക്കണം. അതെ, വാട്ട് യു ഹാവ് എന്ന് ചോദിക്കരുത്. What do you have for lunch? Okay, what do you have for lunch? Clear? Then ഇത് ഹാവ് ഉണ്ടെന്നാണ്. ശരി, കറക്റ്റ് ആണ് ജസ്ന. ഹാവിന് ഉണ്ട് എന്നൊരു മീനിങ് ഉണ്ട്. ദെൻ കഴിക്കുക എന്നൊരു മീനിങ് കൂടി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. രണ്ടും മനസ്സിലാക്കാം. ഹാവ്. ഇപ്പൊ എനിക്കൊരു കാറുണ്ട്, എന്താ വരാ? I have a car. I have. I have a car. എനിക്കൊരു കാറുണ്ട് അല്ലെ? ഞാൻ ഫുഡ് കഴിച്ചു, എന്താ പറയാ? ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. I had my dinner. No, breakfast. I ate breakfast. Yeah. I ate എന്ന് പറയുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? കഴിച്ചു. സോ ഈ ഹാവിന്റെ പാസ്റ്റ് യൂസ് ചെയ്യാം. ഹാഡ് അല്ലെ? I had my lunch, I had my dinner, I had my breakfast എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഈ ടെൻസ് ആയിട്ട് യാതൊരു ബന്ധമില്ല, പ്രസന്റ് ടെൻസ് അല്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താ പറയാ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ന് പറയാം. Did you have breakfast? Do you have breakfast? നിങ്ങൾ Did you have breakfast?
ക്ലാസ്സിലിപ്പോ ആരും ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താ വരാ? ഞാൻ മിക്ക ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ചോദിക്കാറുണ്ടോ? Yes, ma'am. എന്ന് പറയും. ക്വസ്റ്റ്യൻ മാത്രം അറിയില്ല. എന്നാണ് ഞാൻ ചോദിക്കാറ്? നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് ഞാൻ ചോദിക്കാറ്. എല്ലാ ദിവസവും മിക്കപ്പോഴും വരുമ്പോൾ ചോദിക്കും. ഇന്ന് ഞാൻ ചോദിച്ചില്ല. ഇന്നത് മലയാളത്തിൽ ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അങ്ങനെയാണോ? അങ്ങനെ പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നിങ്ങൾ നിങ്ങളോട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. Have you had your breakfast? Have you had your breakfast? Yeah, have you had your breakfast? എന്നാണ് ഞാൻ ചോദിക്കാറ് അല്ലെ? ക്ലിയർ? അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. അത് ഇപ്പൊ ഞാനിത് നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളിത് പറഞ്ഞത്. പക്ഷെ നമുക്കത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ മലയാളം നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അങ്ങനെ പറഞ്ഞാലും മതി. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കാനും ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ചോദിക്കുക ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ പഠിച്ചില്ലേ, കുറച്ചൊക്കെ പഠിച്ചില്ലേ നമ്മള്? അത് വീട്ടിൽ ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ പോയി ചോദിച്ചു ചുമ്മാ. അപ്പൊ നിങ്ങൾ മറക്കില്ല നിങ്ങൾ. ഓക്കെ, ഒരു റെസ്പോണ്ടും ഇല്ല. ഓക്കെ മാം, ചോദിക്കാം. Okay, ma'am. ഇന്നലെ ഈ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു മാം. എന്തോ ഇന്നലെ ഈ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു മോന്റെ. ആണോ? ആൻസർ ചെയ്തോ? ഇല്ല, ഞാൻ ഡു യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാന്ന് തോന്നുന്നു. ആണോ? ഓക്കെ, അടുത്തത്. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഞാൻ എന്ന് രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് ഉണരുന്നു. I wake up every morning at 6 o'clock ആണ്. I always wake up at 6 o'clock. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കിയേ. മലയാളത്തിനാണ് തിരിച്ചിട്ടേ. I wake up every morning at 6 o'clock. കറക്റ്റ് ആയിട്ട് തിരിച്ചിടാനാ? ആ ഓർഡറിൽ ഒന്ന് പോന്നെ. തിരിച്ചിടുമ്പോ ആ ഓർഡറിൽ പോന്നെ. ഞാൻ ഇന്നും രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഉണരുക എന്ന് കഴിഞ്ഞതിന് ശേഷം ടൈമോട് പറഞ്ഞു. I wake up at 6 a.m. I wake up at 6 o'clock every morning. Yeah, correct അല്ലേ? I wake up at 6 o'clock every morning. 6 o'clock പറയാം, 6 a.m. പറയാം. അറ്റ് വേണത്. Okay. I wake up at 6 o'clock every morning. Simple അല്ലേ? Simple ആണോ? Yeah, ma'am. Then അടുത്തത്. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു.
I get up at 6 o'clock every morning. I get up on. So എഴുതി വെക്കുക. വേക്കപ്പ് എന്ന് പറയുന്നത് ഉണരുക എന്നും ഗെറ്റപ്പ് എന്ന് പറയുന്നത് എണീക്കുക എന്നാണ്. അപ്പൊ ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എവറി മോർണിംഗ് എന്ന് പറഞ്ഞാലും ഐ വേക്കപ്പ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞാലും മീനിങ് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും മനസ്സിലാവും. കാരണം അവന് 6 മണിക്കാണ് എണീറ്റത്. നമ്മൾ അങ്ങനെ പറയാം. ചില സ്ഥലങ്ങളില് ഉണരുക എന്ന് പറയാറുണ്ട് അല്ലെ. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ എണീക്കുക എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ ഉണരുക എന്ന് കറക്റ്റ് മലയാളം പറയുന്ന സ്ഥലമുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ വേക്കപ്പ് ആണ്, എണീക്കുക എന്ന് പറയുമ്പോൾ ഗെറ്റപ്പ് ആണ്. രണ്ടും പറഞ്ഞത് കൊണ്ട് മിസ്റ്റേക്ക് ഇല്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കാം. രണ്ടും പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ആരോടെങ്കിലും ഇത് കാര്യം പറഞ്ഞാല് സംഭവം മനസ്സിലാവും. അവന് ആരോടെങ്കിലും എണീറ്റു, അത്രയല്ലേ ഉള്ളൂ, സംഭവം മനസ്സിലാവും. സോ നിങ്ങൾക്ക് അത് ക്ലാരിഫിക്കേഷൻ, കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മീനിങ് പറഞ്ഞത്. വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഉണരുക എന്നും ഐ ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ എണീക്കുക എന്നാണ്. ക്ലിയർ ആണോ? Is it clear? Yes, ma'am. Yes, ma'am. Yes. പിന്നെ അടുത്തത്, അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. She works as a nurse. കറക്റ്റ് ആണോ? She works as a nurse. അല്ലെ, അവൾ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നു. She works as a nurse. കറക്റ്റ് ആണ്. ഷീ ആയതുകൊണ്ട് വർക്കിന്റെ കൂടെ എസ് വന്നു. She works എന്തായിട്ട്? ആസ് എ നേഴ്സ് അല്ലെ, ആസ് എ നേഴ്സ് ആയിട്ട്. ക്ലിയർ? അടുത്തത്, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? പറയൂ. How do your children go to school? എന്തോ? How do your children go to school? How do your children Go to school. go to school? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ വന്നേ? ഏത് വേർഡാണ് വന്നേ? എങ്ങനെയാണ് അല്ലെ, എങ്ങനെ. എങ്ങനെ എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താ പറയാ? How? ഹൗ. സോ ഹൗ ആടുക. ദെൻ പോകുന്നത് നന്നായിക്കണേ. പോകുന്നത് ഇതൊരു Go. ആക്ഷൻ ആണ്. സോ അത് കഴിഞ്ഞിട്ട് എന്താ വരാ? ഹൗ കഴിഞ്ഞിട്ട് എന്താ വരാ? ഡു. ക്വസ്റ്റ്യൻ അല്ലേ, ഡു വേണം. ഹൗ ഡു അല്ലേ? ആരുടെ മക്കൾ? Your. നിങ്ങളുടെ മക്കൾ. അപ്പൊ എന്ത് വരും? ഹൗ ഡു Your. യുവർ Children. ചിൽഡ്രൻ പറയാം, കിഡ്സ് പറയാം അല്ലെ. അപ്പൊ ഹൗ ഡു യുവർ കിഡ്സ്. പിന്നെന്താണ്? സ്കൂളിൽ പോകുന്നത്. സോ പോകുക ഫസ്റ്റ്. എങ്ങനെയാണ് പോകുക? Go to ഗോ ടു സ്കൂൾ അല്ലെ, എങ്ങോട്ട്? സ്കൂളിലേക്ക്. സോ
to വേണം. Go to school. How do your kids go to school? How do your children go to school? The children's use ചെയ്യരുത്. Children. അതന്നെ കറക്റ്റ്. ഞാൻ പറയലും ആൻസർ വരലും ഒപ്പം. Children's. Yeah, children's use ചെയ്യരുത്. Already children plural ആണ്. So s ആഡ് ചെയ്യരുത്. Children മതി. How do your children go to school? നമ്മുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ കിഡ്സ് അവർക്ക് പറയാം അല്ലെ, കിഡ്സും പറയാം ചിൽഡ്രൻ പറയാം, കുഴപ്പമില്ല. നിങ്ങളുടെ മക്കൾ. അപ്പൊ how do your kids go to school? ഓക്കെ, ക്ലിയർ ആണോ? ചൈൽഡ് സിംഗിൾ ആണ്, ചിൽഡ്രൻ പ്ലൂറൽ ആണ്. ഇവിടെ കിഡ്സിന് കിഡ് സിംഗിൾ ആണ്, കിഡ്സ് പ്ലൂറൽ ആണ്. ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലായോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്? ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കൂ. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് എന്റെ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഇഷ്ടപ്പെട്ടു വരുന്നു മാഡം. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ? എന്തായാലും പറയും, ഓപ്പൺ ആയിട്ട് പറയും, കുഴപ്പമില്ല. മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് പറയാം, നെഗറ്റീവ് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അതും പറയാം. എന്താണ് പറയാനല്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ ക്ലാസ്സിന്റെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും പറയാം. ഓക്കെ, നമുക്ക് അതിനുശേഷം ക്ലാസ് ഒന്ന് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്ലാസ് നാളെ നിങ്ങളൊന്ന് പറയണം എന്റെ ക്ലാസ്സിനെ കുറിച്ച്. റെഡിയല്ലേ? ഇംഗ്ലീഷില്ല വേണ്ട, ഇംഗ്ലീഷ് പറയണ്ട, എന്റെ ആ ഒരു ടെൻഷൻ പിടിച്ചിരിക്കേണ്ട. മലയാളത്തിൽ പറയും. ഇംഗ്ലീഷ് പറയുന്നവർക്ക് ഇംഗ്ലീഷ് പറയാം. സോ പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പോ മൈൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. മാം. താങ്ക് യു മാം.